ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓരോ പുതുവർഷം തുടങ്ങുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ഈ പുതുവർഷത്തിൽ എന്തെങ്കിലും ചെയ്തു തുടങ്ങണം എന്നുള്ള ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു വർഷത്തിൽ എന്തെങ്കിലും പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ചിന്തിച്ച് ഇങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമുക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് യാത്രകളാണ്. ഒരുപാട് യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യാത്രകളൊന്നും വിദൂര യാത്രകളൊന്നുമല്ല, വിദേശ യാത്രകളും അല്ല. അപ്പോൾ അങ്ങനത്തെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ യാത്ര ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുതുതായിട്ടുള്ളൊരു കാര്യം ചെയ്തു തുടങ്ങാമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതുമാത്രമല്ല, ആ യാത്രകളെ കൂടെ തന്നെ എനിക്ക് ഫോട്ടോകൾ എടുക്കുന്നതും വീഡിയോകൾ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു പുതുതായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഞാൻ അന്വേഷിച്ച്, ആലോചിച്ച്, ചിന്തിച്ചെടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ട്രാവൽ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഒരു വീഡിയോ. ട്രാവൽ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമേ അല്ല. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോണുള്ള ഒരാൾക്ക്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ആ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ആ ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട് പബ്ലിഷ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ക്രിയേറ്റർ എന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ, അത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്നെ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികളുണ്ട്. ആ ആളുകളെ ഞാനിപ്പം പരിചയപ്പെടുത്തുന്നില്ല. പതിയെ ഇനി ഈ ചാനൽ മുന്നോട്ട് പോകുന്ന ഗതി അനുസരിച്ചിട്ട് ഞാൻ ആ ആളുകളെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ, വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ അവരെന്നെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു ഗിഫ്റ്റായിട്ടുള്ള ഒരു സംഭവം എനിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഞാനും കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരാണ് അതിൻ്റെ ഭൂരിഭാഗവും ഷെയർ ചെയ്തിട്ടുള്ളത്. ആ ഗിഫ്റ്റ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 4 ദിവസമായി. 4 ദിവസം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പെട്ടിയാണ്. ആ പെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയ. അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൽ ആ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നേരെ അത് മാറ്റി വെച്ചതാണ്. പിന്നെ എനിക്കത് എടുക്കാനോ പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കാനോ ഒരു താല്പര്യമില്ല. പിന്നെ അവരെ നിർബന്ധം കൊണ്ടും എനിക്ക് തന്നെ മനസ്സിൽ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പെട്ടി എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അൺബോക്സിംഗ് ആണിത്. അൺബോക്സിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ അൺബോക്സിങ്ങിലേക്ക് പോവാം, നേരിട്ട് തന്നെ കാണാം. അങ്ങനല്ലേ? അതല്ല എൻ്റെ ശരി. എനിക്ക് കിട്ടിയ ഒരു വിലപ്പെട്ട ഗിഫ്റ്റ്, അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് എനിക്ക് വന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്. ആമസോണിൽ നിന്ന് വന്നതാണ്. ഇതെനിക്ക് നൽകിയ ആളുകളോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ്. ഈ ഒരു ബോക്സ് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഇതുപോലെ മാത്രം ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു പെട്ടിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു ബോക്സ് ഇതൊരു ബാഗാണ്. ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിൽ സാൻഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് ഉണ്ട്, അതും മാറ്റി വെക്കാം. പിന്നുള്ളത് ഒരു സ്ക്രീൻ ഗാർഡ് പ്രൊട്ടക്ടറാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. പിന്നുള്ളതാണ് ഈ ഗിഫ്റ്റിലെ വിലപ്പെട്ട സംഭവം. നമുക്കതൊന്ന് നോക്കാം. വേറൊന്നുമല്ല, DJI Osmo Action 4 അഡ്വഞ്ചർ കോംബോ എന്ന ഒരു ആക്ഷൻ ക്യാമറൻ്റെ ബോക്സാണ്. ഇതിനുള്ളിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ വിലപ്പെട്ട ആ ഒരു സംഭവം ഉള്ളത്. ഈ ഒരു ബോക്സിനുള്ളിലാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല പാക്കേജാണ്, നല്ലൊരു പാക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. അടിപൊളി പാക്കിംഗ് ആണ്. അടിപൊളി പാക്കേജാണ്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഇങ്ങനെയാണ് ക്യാമറ വന്നിട്ടുള്ളത്. ക്യാമറൻ്റെ ഒരു ആക്സസറീസ്, പിന്നെ ഓസ്മോ ആക്ഷൻ 4 എന്ന് പറഞ്ഞിട്ട് രണ്ടിതാണ്. അപ്പോൾ ഇതിൽ ആക്സസറീസ് ആണുള്ളത്. ഈ ഒരു ബോക്സിലാണ് ക്യാമറ വരുന്നത്, ഓസ്മോ ആക്ഷൻ ക്യാമറ. പിന്നുള്ളത് ഇതിനുള്ളിൽ ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ബോക്സിനുള്ളിലുള്ളത്.
സെൽഫി സ്റ്റിക്ക് നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് 1.5 മീറ്റർ വരെ നീളം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 1.5 മീറ്റർ വരെ നീളം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നീണ്ടു പോകുക തന്നെയാണ്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ആക്സസറീസ് ഒന്ന് എടുത്ത് നോക്കാം. ആക്സസറീസിൽ ഒരു ഡാറ്റ കേബിൾ ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ഈ ഒരു ക്യാമറയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബാറ്ററിയാണ്. 3 ബാറ്ററി ഉണ്ട് ഇതിനുള്ളിൽ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് 3 ബാറ്ററിയാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 3 ബാറ്ററി. ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഈ ഒരു ക്യാമറേൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷേ ഞാനിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നേ ഉള്ളൂ. പിന്നെ കുറേ പേപ്പേഴ്സാണുള്ളത്. ഇനി നമുക്ക് DJI Osmo Action 4 ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് ക്യാമറ. നമുക്ക് മാറ്റി വളരെ കുഞ്ഞൻ സാധനമാണ്. ചെറിയൊരു ക്യാമറ ആണിത്. നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ ഇത് ക്യാമറൻ്റെ ഒരു കേസാണ്. ഒരു പ്രൊട്ടക്റ്റർ കേസാണ്. ഇതിലും കുറേ മൗണ്ട് ചെയ്യുന്നതിൻ്റെ സംഭവങ്ങളുണ്ട്. ഈ ക്യാമറ മൗണ്ട് ചെയ്യുന്നതിൻ്റെ സെൽഫി സ്റ്റിക്കിലും അതേപോലെ വാഹനത്തിലൊക്കെ വണ്ടികളിലൊക്കെ മൗണ്ട് ചെയ്യുന്നതിൻ്റെ കുറേ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ ഇതും അതേപോലെ തന്നെ ഈ ക്യാമറ മൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമാണ്. ഇതാണ് ക്യാമറൻ്റെ കേസ് വരുന്നത്. ഇത് ഒരു പ്രൊട്ടക്ടറാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ക്യാമറ നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ളതാണെങ്കിൽ കൂടിയിട്ടും ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് അതിൻ്റെ സ്ക്രീനൊക്കെ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കേസാണിത്. പ്ലാസ്റ്റിക്കാണ് ഇത്. ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നല്ല പ്ലാസ്റ്റിക്കാണ്. ഇതാണ് നമ്മുടെ ക്യാമറ. ഒരു ഇത്തിരി കുഞ്ഞൻ ക്യാമറ ആണ്. വളരെ ചെറിയൊരു ക്യാമറ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Osmo Action 4 എന്ന് പറയുന്ന ക്യാമറ വളരെ ഒരു ചെറിയ ക്യാമറ ആണ്. ഞാൻ മുൻപ് GoPro പോലത്തെ ക്യാമറകളൊന്നും നോക്കാത്തതുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് ഇത്ര അറിയില്ലായിരുന്നു. പക്ഷെ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ വളരെ ചെറിയൊരു ക്യാമറ, അത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്യാമറ ആണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് Osmo Action 4 എന്ന് പറഞ്ഞ ക്യാമറ ഉൾപ്പെടെ നമുക്ക് ഇത്രയും ആക്സസറീസ് ആണുള്ളത്. ഇത് നമ്മളെ ക്യാമറയും ആക്സസറീസും ഒക്കെ കൊണ്ടുപോകാനുള്ള ബാഗാണ്. ഇത് ക്യാമറൻ്റെ ബാറ്ററി കേസാണ്. ഇതവിടെ ഇങ്ങനെ ടൈപ്പ് സി ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് വലിയ ഉപകാരമുള്ളൊരു സംഭവമാണ്. ഇത് ക്യാമറൻ്റെ സെൽഫി സ്റ്റിക്കാണ്. ഇത് ക്യാമറൻ്റെ പ്രൊട്ടക്ടർ കേസാണ്. ഇത് ക്യാമറ ഫ്ലിപ്പ് ചെയ്യുന്ന ഇതുപോലത്തെ 2 സംഭവമുണ്ട്. ഇതതിൻ്റെ സ്ക്രൂസാണ്. 2 സ്ക്രൂ ആണിത്. ഇത്രയും സംഭവങ്ങളാണ് നമ്മളെ ഈ ഒരു ക്യാമറയോടൊപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനി മുതൽ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മളെ ക്യാമറൻ്റെ ബാഗ്. ക്യാമറൻ്റെ കൂടെ നമുക്ക് കിട്ടാത്ത എന്നാൽ ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ആക്സസറീസും കൂടെ ഞാൻ ക്യാമറൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ ബൈക്കിൽ മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ളൊരു ആക്സസറീസാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അത് മോട്ടോവോഫിൻ്റെ മോട്ടോർ സൈക്കിൾ ക്യാമറ ബ്രാക്കറ്റാണ്. എന്താണ് സംഭവം എന്നറിയാനേ ഇതാണ് ആ ഒരു ആക്സസറീസ്. ക്യാമറൻ്റെ കൂടെ മൗണ്ട് ചെയ്യാനുള്ള ഇതാണ്. ഈ ഒരു സംഭവമാണ്. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോട്ടോർ സൈക്കിൾ ക്യാമറ ബ്രാക്കറ്റാണ്. അതിൻ്റെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അത് നമ്മളതിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളാരും ഇതുപോലെ അൺബോക്സിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാനും ഇങ്ങനെ ചെയ്തിട്ടുള്ള പരിചയം എനിക്കില്ല. പക്ഷേ എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് മുൻപാകെ ഇതൊന്ന് സമർപ്പിക്കണം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിലൊരുപാട് പിഴവുകളുണ്ടാവും. എനിക്കിതിനെ പറ്റിയിട്ട് അറിയില്ല. ഞാനാണെങ്കിൽ ഇതിന് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇനി എടുത്താൽ പോലും ഒരു പ്രൊഫഷണൽ അൺബോക്സിങ് ചെയ്യുന്ന ആളുകൾ പോലും ചെയ്യുന്ന ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ട വീഡിയോയിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ
നിങ്ങൾ അത് സദയം ക്ഷമിക്കുക. വീണ്ടും തുടർന്നും ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോക്കും നിങ്ങളെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.